ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടി. ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ബി.ജെ.പി സ്ഥാനാർത്ഥി ജയിച്ചുവെന്ന വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം കോടതി റദ്ദാക്കി. 8 ബാലറ്റുകളിൽ വരണാധികാരി കൃത്രിമം കാണിച്ചുവെന്നത് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യം സംരക്ഷിച്ചതിന് സുപ്രീം കോടതിക്ക് നന്ദിയെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, പല നിലയ്ക്കും പ്രാധാന്യമുണ്ടായിരുന്നു ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് ഫലം. ഒന്ന്, അതിനകത്ത് ഒരു അട്ടിമറി നടന്നു എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. അവിടെ വരണാധികാരി ബി.ജെ.പിക്ക് അനുകൂലമായി തീരുമാനമെടുത്തു എന്നതായിരുന്നു ആക്ഷേപം. മറ്റൊന്ന്, ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ചെറിയ രൂപം പരീക്ഷിക്കപ്പെട്ട ഇടമായിരുന്നു ചണ്ഡീഗഡ്. കോടതി വിധി ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പുറമെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനങ്ങളാണ് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഉണ്ടായത്. കാരണം ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് ഹർജി പരിഗണിക്കുന്ന ആദ്യ ദിനം തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹർജി പരിഗണിച്ച 2ാം ദിവസമായ ഇന്നലെ പോലും സുപ്രീം കോടതി വരണാധികാരിക്ക് നേരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം ഉന്നയിച്ചത്. എങ്ങനെയാണ് തങ്ങൾക്ക് ഇത്തരം ക്രമക്കേടുകൾ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. അതായത് ഈ 8 അസാധുവാക്കിയ 8 ബാലറ്റ് പേപ്പറുകൾ, അതിൽ ചില കേടുപാടുകൾ ഉണ്ടായതുകൊണ്ടാണ്, മടക്കിയതിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താൻ ഈ അഡീഷണലായി ഒരു പ്രത്യേകമായ ഒരു മാർക്ക് രേഖപ്പെടുത്തി, ഒരു അടയാളം രേഖപ്പെടുത്തിയതെന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ആ 8 ബാലറ്റുകൾ ഉൾപ്പെടുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിച്ച പരിശോധനകൾ നടത്തി. എന്നിട്ട് ആ പരിശോധനയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ 8 ബാലറ്റുകളിലും അത്തരമൊരു പ്രശ്നം തങ്ങൾ കാണുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ അന്നത്തെ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു. അതിൽ നിന്ന് തന്നെ ഈ ക്രമക്കേടുകൾ നടത്തുന്നത് വ്യക്തമാണെന്ന് കൂടി മനസ്സിലായി. ഒപ്പം തന്നെ വലിയ ക്രമക്കേട്, അതായത് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് വരണാധികാരി പ്രവർത്തിച്ചതെന്നടക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണമുണ്ടായി. ഒപ്പം തന്നെ ഒരു റീകൗണ്ടിങ് സാധ്യതകൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അത് എതിർകക്ഷികൾ എതിർത്തിരുന്നു. കാരണം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ എതിർകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നെങ്കിലും കോടതി അതിനൊന്നും പ്രാധാന്യം നൽകിയില്ല. തുടർന്ന് വാദങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇതിലൊരു വിധിയിലേക്ക് കടക്കുന്നത്. ആ വിധിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കാൻ വരണാധികാരി ബോധപൂർവം ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ബാലറ്റ് പേപ്പറുകൾ വികലമാണെന്ന വരണാധികാരിയുടെ വാദം തെറ്റാണ്. അത് ബാലറ്റ് പേപ്പർ പരിശോധിച്ചപ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ വ്യക്തമായി. സുപ്രീം കോടതി ആവർത്തിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് താങ്കൾ പറയുന്നതിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷേ വരണാധികാരി ആ പറഞ്ഞത് തന്നെ തുടരുകയായിരുന്നു. അതായത് താനൊരു ക്രമക്കേടും നടത്തിയിട്ടില്ല എന്നുള്ള പ്രസ്താവനയിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. അപ്പോൾ അത് വലിയ ഗുരുതരമായ തെറ്റാണെന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കോടതിയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ ഉത്തരവാദിത്തം അത് വരണാധികാരി ഏറ്റെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഒടുവിൽ ഇന്ത്യ മുന്നണിക്ക് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു വിജയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നായിരുന്നു മത്സരങ്ങളുണ്ടായിരുന്നത്. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വരണാധികാരി കൃത്രിമം കാട്ടി ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കി തീർത്തു എന്ന പരാതിയിന്മേൽ, ആക്ഷേപത്തിന്മേലായിരുന്നു കോടതിയുടെ തീർപ്പ് വന്നിരിക്കുന്നത്. ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയും പ്രഹരവുമാണ് കോടതി വിധി. അച്യുതൻ വിശദാംശങ്ങൾ നൽകി.